നമസ്കാരം. ബിഗ് ബോസ്. അപ്പം ജിസേലിനെയും അനുവിനെയും എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു. അവർ രണ്ടുപേരും പക്ഷേ അനുവിൻ്റെ വ്യത്യാസം നമ്മുടെ നാഗവരിയുടെ കാര്യം പറഞ്ഞ പോലാണ്. പെട്ടെന്ന് അവിടെ അത്രയും നേരം ജ്വലിച്ചു നിന്ന അനുമോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ചിരിച്ച് ജിസേലിനെ കളിയാക്കുന്ന വെച്ചാൽ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഇറിറ്റേറ്റിംഗ് ആണ് ജിസേലിനെ ചെയ്യുന്നത്. ജിസേൽ പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അവർക്ക് ഇത്ര ഒരു കള്ളത്തരമൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ കരഞ്ഞതിനെ കുറിച്ച് ഇത് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര ബ്ലെയിമിംഗ് ആണ് നടക്കുന്നത് അവിടെ അനുമോള്. അതേപോലെ തന്നെ അപ്പോൾ ബിഗ് ബോസ് ഉള്ളത് രണ്ടുപേരും ചെയ്തു. പക്ഷെ രണ്ടുപേരും ചെയ്ത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ആണെങ്കിലും ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യും. ആ ഡിഫെൻഡ് ചെയ്യുന്ന സംഭവം മാത്രമേ ജിസേൽ അവിടെ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ട്. പക്ഷേ ബിഗ് ബോസ് എനിക്കും തോന്നുന്നു അനുമോക്ക് എപ്പോഴും ഫേവറായിട്ട് ചെയ്യുന്ന പോലെ ഒരു തോന്നില്ല. കാരണം 50,000 രൂപ മറ്റോ ദിവസം കൊടുത്തല്ലേ നിർത്തിയിരിക്കുന്നത് ഇവരെ. രേണുസുധിയുടെ ഈ പറഞ്ഞ പോലെ പിക്ചറിലേ ഇല്ല. രേണുസുധി അവിടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ബാക്കി എല്ലാവരും നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ രേണുസുധിയെ കാണുന്നില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആദിലയും നൂറയും അതിനു വേണ്ടി തർക്കിക്കുന്നു. അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നെവിനോട് ചോദിക്കുന്നു എന്താ സംഭവിച്ചത് ക്യാമറയുടെ മുമ്പിൽ നിന്ന്. അപ്പം നെവിൻ പറയുന്നു അനുമോൾ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നു. ശരിയാണെങ്കിൽ ഇറങ്ങി പോരാൻ പറയുന്നു. കഥ തുറന്നു കൊടുക്കുന്നു. നെവിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം അവരുടെ പുറകെ നടക്കുന്നു. അപ്പോൾ ആദിലയും നൂറയും കൂടെ എരി കയറ്റി കൊടുക്കുന്നു. നീ ആണാണെങ്കിൽ പോടാ, മറ്റേതാടാ മറിച്ചേതാടാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എരി കയറ്റി കൊടുക്കുന്നു വെച്ചാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് എറി കയറ്റി കൊടുത്ത് നൂറയും കിടന്ന് ജ്വലിച്ചത്. ഇതുമായി നൂറ ഇതുപോലൊരു സീനിൽ നമ്മൾ കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട്. കാരണം അവരെ രണ്ടുപേരെയും രണ്ടാക്കുന്ന മറ്റോ നെവിൻ പറഞ്ഞതിൻ്റെ ഒരു കലിപ്പ് പുള്ളി കിടപ്പുണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവം നെവിൻ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ രണ്ടാക്കി വിടുമെന്ന് മറ്റൊരു തമാശ പറഞ്ഞാണോ നെവിൻ്റെ ഒരു സ്വഭാവം വെച്ച് പറഞ്ഞതാണ്. അത് മനസ്സിൽ കിടന്നിട്ടാണെന്ന് തോന്നുന്നു. അതിലെ നൂറയും കൂടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അപ്പോൾ അനുമോൾ ഇങ്ങനെ എന്തൊരു അഭിനയമാണ് സത്യം പറഞ്ഞിട്ട്. പോയി പാത്ത് നിന്ന് കരയുന്നു. ഇനിയിപ്പോൾ എല്ലാവരും എന്നെ കുറ്റം പറയുമെന്ന് പറയുന്നു. അങ്ങ് അഭിനയിച്ച് മെഴുകുകയാണ് സത്യം പറഞ്ഞാൽ. അങ്ങ് ഭയങ്കര അഭിനയം. പക്ഷെ സത്യം പറഞ്ഞാൽ അനുമോള് സത്യം പറഞ്ഞാൽ അഭിനയിച്ച് മെഴുകുകയാണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യം ഉർവശി അവാർഡ് ശരിക്കും പറഞ്ഞാൽ ഉർവശിക്കല്ലാതെ അനുമോക്കായിരുന്നു കണ്ടിരുന്നെങ്കിൽ കൊടുക്കേണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ എങ്കിൽ ഒരു വൃത്തികെട്ട കളിയാണ് അനുമോൾ കളിക്കുന്നത്. ഒരാവശ്യമില്ലാതെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ വേറെയുണ്ട്. ആ ഗെയിമൊക്കെ കളിച്ച് ജയിച്ചിട്ടിരിക്കുന്നതാണ്. അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുമാണ്. പക്ഷേ എങ്കിൽ അനുമോളുടെ ഗെയിം ആയിരിക്കാം. പക്ഷേ എന്നാലും നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് പോലും ഭയങ്കര ഡിറ്റേഷൻ വരുന്ന ഒരു ഗെയിമാണ് അനുമോൾ കളിക്കുന്നത്. നമുക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കൊരിക്കലും അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എന്നാലും ഇന്നത്തെയൊക്കെ ഗെയിം വെറും വൃത്തികെട്ട ഗെയിമായിപ്പോയി. അതിൻ്റെ പേരിൽ നല്ലപോലെ ചീത്ത കേൾക്കുന്നുണ്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്ന്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മേപ്പെടുത്താനും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അനുമോളുടെ തെറ്റ് മനസ്സിലാക്കുന്നില്ല. 10-30 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഇതൊന്നും തെറ്റാണെന്ന് മനസ്സിലാവാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇന്നത്തെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടവർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൂടെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു.